ഇന്നിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പരാശക്തിയാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഒരു ആവറേജ്, ബിലോ ആവറേജ്, ഫസ്റ്റ് ഹാഫും ബോറായിരുന്നെങ്കിൽ ബിലോ ആവറേജ് എന്ന് പറയാമായിരുന്നു. ഒരു ആവറേജ് പടം. സംഭവം പറ്റിപ്പോയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിലാണെങ്കിലും ഈ പടത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രെഡിക്റ്റബിൾ സ്റ്റോറി തന്നെ, വെറൈറ്റി ആയിട്ട് ഒന്നുമില്ല. നമുക്ക് എന്ത് സംഭവിക്കുമെന്നും എന്ത് എൻഡിങ് ആകുമെന്നും എല്ലാം അറിയാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ഹാഫ് എങ്കിലും പിടിച്ചിരുത്തണത് ശ്രീലീലയും ശിവകാർത്തികനുമായിട്ടുള്ള റൊമാൻറ്റിക് സീൻസൊക്കെ കൊള്ളായിരുന്നു. അതുപോലെ ആക്ടിങ് എല്ലാവരുടെയും കൊള്ളാം. അതർവേഡ് ആണെങ്കിൽ എല്ലാവരുടെയും ആക്ടിങ് കൊള്ളാം. പക്ഷേ ഈ പടത്തിനൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ പടത്തിലൊന്നും ഇല്ല വെറൈറ്റി ആയിട്ട്, പ്രെഡിക്റ്റബിളാണ് മൊത്തം. സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് അങ്ങനെ ഒട്ടും പിടിച്ചിരുത്തണില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചാൽ ഒരു ടെംപ്ലേറ്റ് സാധനം പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ പോലും നമ്മളെ പിടിച്ചിരുത്തുമായിരുന്നു. നല്ല രസമായിരുന്നു. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഹാഫ് പോലെ സെക്കൻഡ് ഹാഫ് നമുക്കൊരു എബോവ് ആവറേജ് എന്ന് പറയാമായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ല ബോറായിരുന്നു. അതായത് പടം ഒരു സീരിയസ് സ്റ്റോറിയാണ് പറയുന്നത്, പക്ഷെ അത് മാസ് അല്ല, കുറച്ച് കൊമേഴ്ഷ്യൽ ആക്കിയിട്ടുണ്ട് പടം. പക്ഷേ എങ്കിൽ പോലും നമുക്കങ്ങനെ പടം പിടിച്ചിരുത്തണില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഈ പടത്തിനെ കുറിച്ച് തന്നെ കൂടുതലൊന്നും പറയാനില്ല. ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ ബൈ.